വെൽക്കം ടു ഡേ 7. നമ്മുടെ ചലഞ്ച് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കോഫിയും കലക്കി കുടിച്ച് ഇന്ന് ആദ്യം പോയത് ഇൻഡോർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ബാക്ക് ആൻഡ് ബൈസപ്സ് ആണ് വർക്കൗട്ട്. ബാക്കിന് ഒരു 4 വേരിയേഷൻ ചെയ്തു. വാമപ്പ് കഴിഞ്ഞ് ആദ്യം തന്നെ പുള്ളപ്സ് ഒരു 4 സെറ്റ് അടിച്ചു. അതിനുശേഷം ലാറ്റ് പുൾ ഡൗൺ, അതിനുശേഷം സിംഗിൾ ആം ഡംബിൾ റോയിങ് ചെയ്തു. അതിനുശേഷം ഹൈപ്പർ എക്സ്റ്റൻഷൻ വിത്ത് വെയിറ്റ്. അത് കഴിഞ്ഞ് ബൈസപ്സിന് ഒരു 2 വേരിയേഷൻ ചെയ്തു. ഡംബൽ ഹാമർ കാളും പിന്നെ കേബിൾ ബൈസപ്സ് കാളും ചെയ്തു. ഇന്ന് ചീസ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്പൈസസ്, എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ സ്പൈസസും ഞാൻ തട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഒരു 4 വറ്റൽ മുളക് പൊട്ടിച്ചിടുക. ഇത് നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പൂടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയും പിന്നെ കുറച്ച് കാഷ്യൂടെ ഇട്ട് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചീസിന്റെ ക്യൂബ് ഒരു 4 ചീസിന്റെ ചെറിയ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ആകുമ്പോഴത്തേന് നമ്മൾ ചിക്കൻ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിന്റെ മുകളിൽ തന്നെ നല്ല ചീസ് സ്ലൈസ് ഒരു 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ അടച്ചു വെക്കുക. ഇത് അടച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് റൈറ്റ് ആയിട്ട് മെൽറ്റ് ആവും. അത് തുറന്നെടുത്താൽ നല്ല ടേസ്റ്റി മസ്റ്റ് ട്രൈ ചിക്കൻ റെഡിയായി. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. വാവ് സാധനമാണ്. അങ്ങനെ നമ്മുടെ മീലും കംപ്ലീറ്റ് ചെയ്ത് ഈവനിങ് ആയപ്പോൾ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. അവിടെ ഒരു 30 മിനിറ്റ്സ് വാക്കിംഗ്, നല്ല ക്രൗഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കുറച്ച് ബോഡി വെയ്റ്റ്സ് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ഒരു 30 മിനിറ്റ്സ് എക്സ്ട്രാ വർക്കൗട്ടും ചെയ്തു. നിങ്ങൾക്ക് ഒരു നല്ല വർക്കൗട്ട് പാർട്ണർ ഉണ്ടെങ്കിൽ യു ക്യാൻ റിയലി പുഷ് ബിയോണ്ട് യുവർ ലിമിറ്റ്സ്. അങ്ങനെ ഔട്ട്ഡോർ വർക്കൗട്ടും കംപ്ലീറ്റ് ചെയ്തു. നേരെ പോയൊരു നൊങ്ങലങ്ങി ജ്യൂസും കുടിച്ച് പോയി നമ്മുടെ ബുക്കിന്റെ ഒരു 10 പേജസും വായിച്ചു. അങ്ങനെ ഡേ 7 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്.